പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും ശരിയായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവം യുവജനങ്ങൾ കാണിക്കണമെന്ന് പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. KCYM സംസ്ഥാന സമിതിയുടെ പരമോന്നത സഭയായ സെനറ്റിന്റെ 48ാമത് അർദ്ധവാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും വലിയ വിസ്മയം, നമ്മളാരും വിചാരിക്കാത്ത ഒരുപാട് വിശുദ്ധന്മാര് അവരുടെ ഫോട്ടോ ആയിരിക്കും വെച്ചിരിക്കുന്നത്. പറയായിരുന്നു അതൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കെ ആയിരിക്കും, നമ്മുടെ മാതാപിതാക്കളുടെ ആയിരിക്കും. പുണ്യവാന്മാരും പുണ്യവതികളുമായിട്ട് സ്വർഗത്തിൽ ദൈവം സംരക്ഷിക്കുന്ന ആ ഒരു വലിയ ജനസഞ്ചയത്തിൽ കർത്താവിന് വേണ്ടി ജീവിച്ച ഒരു വലിയ പറ്റം ആളുകൾ അവിടെ ഉണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാരെ പോലെ പ്രാർത്ഥിച്ചവരും നന്നായിട്ട് ജീവിച്ചവരും ഒക്കെ ആളുകളെ കാണുന്നു. ഞാൻ 2 നിമിഷം കൂടി എടുത്ത് അവസാനിപ്പിക്കുകയാണ്. വലിയൊരു ദൈവാരാധനാ പണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനുമാണ് റൊമാനോ ഗ്വാർദീനി എന്ന് പറയുന്ന ഇറ്റലിക്കാരനും ജർമ്മൻകാരനും കൂടിയുള്ള വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് ബെനഡിക്ട് പിതാവും ഫ്രാൻസിസ് വലിസ് പിതാവും ഒക്കെ തീസിസ് എഴുതിയതും പഠന വിധേയമാക്കിയതുമൊക്കെ. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കുകയാണ്. Only he who is able to be silent can speak meaningfully. Otherwise, he talks nonsense. To be capable of silence is a virtue. He who does not know how to keep silence does the same thing with his life as a man who would only wish to exhale, not to inhale. വെറുതെ വാലയൊടിച്ച് നടക്കുന്നവരെ കുറിച്ചാണ്. നിശബ്ദത പാലിക്കാൻ പറ്റാത്തവര്, അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ആ ഒരു പ്രൊഫണ്ടിറ്റി നോക്കി. There are people who would only wish to exhale. അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഇൻഹെയിൽ. നമ്മൾ ജലദോഷം വരുമ്പോൾ ഇൻഹെയിൽ ചെയ്യാന്ന് പറയുള്ളൂ. ഉള്ളിലേക്ക് എടുക്കുകയാണ്, ഇന്റീരിയറൈസ് ചെയ്യുകയാണ്, ഇന്റേണലൈസ് ചെയ്യുകയാണ്, ഉള്ളിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ, ഇൻഹെയിൽ ചെയ്യണമെങ്കിൽ സൈലൻസിന്റെ പ്രാധാന്യം, നിശബ്ദത വേണം. അല്ലാത്തവര് എക്സൈലിംഗ് ആണ്, പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാക്കുകളും നോയിസി ആയിട്ടുള്ള കാര്യങ്ങളുമെല്ലാം. പാലായിൽ ഓഗസ്റ്റ് 14, 15 തീയതികളിലായി നടന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തെ 32 കത്തോലിക്ക രൂപതകളിൽ നിന്നുള്ള ഡയറക്ടർമാരും ആനിമേറ്റർമാരും യുവജന നേതാക്കളും പങ്കെടുത്തു. KCYM സംസ്ഥാന പ്രസിഡന്റ് ഷിബിൻ ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള സംസ്ഥാന ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് മുഖ്യ അതിഥിയായിരുന്നു. KCYM സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസി പൂപ്പന, ഡയറക്ടർ ഫാദർ ടിറ്റോ കൂള, സെക്രട്ടറി സെഞ്ചു ജേക്കബ്, SMYM പാലാ രൂപതാ ഡയറക്ടർ മാണി കൊഴുപ്പൻകുറ്റി, പ്രസിഡന്റ് മിജോ ജോയി കുന്നത്താനിയൽ, KCYM മുൻ സംസ്ഥാന പ്രസിഡന്റ് സാജു അലക്സ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. സംസ്ഥാന ആനിമേറ്റർ സിസ്റ്റർ നോബർട്ട CDC, പാലാ രൂപതാ ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ നവീന CMC, വൈസ് പ്രസിഡന്റുമാരായ സാം സണ്ണി, ആഗി മരിയ ജോസഫ്, സെക്രട്ടറി ധന്യ മോഹൻരാജ്, ജോയൽ ജോൺ റോയി, പ്രിൻസി പീറ്റർ തുടങ്ങിയവരും മറ്റു ഭാരവാഹികളും പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി നടന്ന സെനറ്റ് സമ്മേളനത്തിൽ പ്രസ്ഥാനത്തിന്റെ രൂപത സംസ്ഥാന തലങ്ങളിലെ അർദ്ധവാർഷിക പ്രവർത്തനങ്ങൾ വിലയിരുത്തി. റീത്തുകൾക്കതീതമായി കത്തോലിക്ക യുവജനങ്ങളുടെ കൂട്ടായ്മ ദൃഢമാക്കുന്നതിനൊപ്പം പ്രസക്തമായ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്തു.